എക്സിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒത്തിരി ടിപ്സ് നമ്മുടെ ഈ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമ്മൾ നോ കോണ്ടാക്ട് റൂള് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ബ്രേക്കപ്പിന് ശേഷം അതൊരു 30 ഡേയ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന് ശേഷം അവരിങ്ങോട്ട് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് പല ആളുകൾക്കുള്ള ഒരു കൺഫ്യൂഷനാണ്. അതിനുള്ള ഒരു ആൻസറാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ നിങ്ങളുടെ ആ സാഡ് ഇമോഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ബ്രേക്കപ്പിന് ശേഷം നിങ്ങൾ കടന്നുപോയ ഒത്തിരി സാഹചര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു, എനിക്ക് എൻ്റെ ജോലിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ ഭയങ്കര സ്ട്രഗിളായിരുന്നു, നിന്നെക്കുറിച്ച് എന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യണ്ട. മറിച്ച് അവർ നമ്മളെ വീണ്ടും ഇങ്ങോട്ട് നന്നായി ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത് ഇങ്ങനെ പറഞ്ഞു: നീ ബ്രേക്കപ്പ് പറഞ്ഞു പോയപ്പോൾ എനിക്ക് 1-2 ദിവസമൊക്കെ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു, അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു എന്ന് പറയരുത്. ഓക്കെ, 1-2 ദിവസമൊക്കെ ചെറിയ വിഷമം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ആയി, ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, ഇപ്പോൾ നീ എൻ്റെ ലൈഫിലുള്ള സമയത്തിനേക്കാൾ കൂടുതൽ ഹാപ്പിയാണ് ഞാൻ, അങ്ങനെ അല്ലെങ്കിൽ കൂടി അങ്ങനെ പറയാം. ഓക്കെ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഇന്ന അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കി, ഞാൻ ഇന്ന കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിൽ പറയുക. അങ്ങനെ പറയുമ്പോൾ നിങ്ങളെ നഷ്ടപ്പെടുമെന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാവും, നിങ്ങളെ നന്നായിട്ട് ചേസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. സോ ഇങ്ങനെ വേണം പറയാൻ. അല്ലാതെ നമ്മളിപ്പോഴും ദുഃഖിച്ചിരിക്കുകയാണ്, അവരെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരിങ്ങോട്ട് വരത്തില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അവർക്ക് ചേസിങ് കൂടും എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ തന്നെ ആ വ്യക്തി നന്നായിട്ട് ചേസ് ചെയ്യാനും തിരിച്ചു വരാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പവർഫുൾ അഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് ഈ പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക, എന്നിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ഇടുക, ചേസിങ് അഫർമേഷൻ എന്ന്. അപ്പോൾ ഫ്രീ ആയിട്ട് ഞാൻ ആ അഫർമേഷൻ നിങ്ങൾക്ക് അയച്ചു തരാം. അത് എല്ലാ ദിവസവും രാവിലെ എണീറ്റ ഉടനെ ഒരു 5 മിനിറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് പറയുക. ടോട്ടൽ ഒരു 21 ദിവസം നിങ്ങൾ അത് ചെയ്യുക. അത് പറയുന്ന സമയത്ത് അത് ഫീൽ ചെയ്തിട്ട് വേണം നിങ്ങൾ പറയാൻ. ഫീലിങ്സിന് കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇനി ബോണസായിട്ട് നിങ്ങൾക്ക് ഒരു ടിപ്പ് കൂടി പറഞ്ഞുതരാം. ക്രിയേറ്റ് എ സ്പെഷ്യൽ അട്രാക്ഷൻ എന്നുള്ളതാണ്. ആ വ്യക്തി തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ്, ചില ആളുകൾക്ക് നമ്മളോട് ഇഷ്ടം തോന്നുന്നത് നമ്മുടെ ബോഡി കണ്ടിട്ടായിരിക്കാം, ചില ആളുകൾക്ക് നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈൽ കണ്ടിട്ടായിരിക്കാം, ചില ആളുകൾക്ക് നമ്മുടെ സ്വഭാവം കണ്ടിട്ടായിരിക്കാം, ചില ആളുകൾക്ക് നമ്മുടെ സംസാരം കേട്ടിട്ടായിരിക്കാം. അപ്പം നിങ്ങൾ ഇതിലൊക്കെ വലിയ രീതിയിലൊരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്യുക. ബോഡിയിൽ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫിറ്റ്നസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കെയറിലൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. ജിമ്മ് പോവുക, എക്സസൈസ് ചെയ്യുക, യോഗ ചെയ്യുക, ഇതിലേതെങ്കിലുമൊക്കെ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ സ്കിൻ കെയർ കൂടി ഒന്ന് ചെയ്യുക. നല്ല രീതിയിൽ മുടി വെട്ടുക, വൃത്തിക്ക് നടക്കുക, അതുപോലെ തന്നെ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യുക.